പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, അതായത് ഈ ആശയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വളരെ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചോട്ടെ, അങ്ങ് തുടരണം. അതായത് അപ്പൻ്റെ അപ്പനെ അടക്കിയത് പള്ളിയിലാണ്, ഞങ്ങളുടെ അമ്മയെ അടക്കിയത് പള്ളിയിലാണ്, 4 മക്കളുടെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തി, അപ്പൻ പങ്കെടുത്തു, ഈ പേരക്കുട്ടികളുടെ മാമോദിസ അപ്പൻ പങ്കെടുത്തു, അമ്മയെ യാത്രയാക്കാൻ പള്ളിയിൽ വന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും അവസാനം വീണ്ടും പറയുന്നുണ്ട് അപ്പൻ്റെ സർട്ടിഫിക്കറ്റിൽ ക്രിസ്ത്യൻ ലാറ്റിൻ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും അവകാശം പറഞ്ഞ് CPM ആ സമയത്ത്, ആ ദൃശ്യങ്ങൾ വളരെ നിരാശ പകരുന്നതാണ്. അച്ഛനെ ചേർത്ത് പിടിച്ച് മകൾ കരയുമ്പോൾ മകളെയും മകളുടെ മകനെയും തള്ളി ബലം പ്രയോഗിച്ചു മാറ്റുകയാണ്. എന്ത് അവകാശമാണ് CPMനുള്ളത് എന്ന ചോദ്യം ഉപരിതലത്തിൽ അങ്ങനെ കിടപ്പുണ്ട്. ഇല്ല, ഇതില് CPMന് ഒരവകാശവും ഇല്ല. CPM കാണിക്കുന്നത് മൊത്തം നിർമ്മാണിത്തരമാണ്. അതിന് പ്രത്യേകിച്ച് അവകാശമൊന്നുമില്ല. പിന്നെ ഒരു മൃതദേഹം ഇതിന് മെഡിക്കൽ കോളേജിന് കൊടുക്കുന്നതിനോ ആൾക്കാരോ ബന്ധുക്കളോ ഒക്കെ കൊടുക്കുന്നതിനോ പഠിക്കുന്നതിനോ ഒക്കെ ഒരു ഞാൻ പിന്തുണയ്ക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ കൊടുക്കണം, താല്പര്യമുള്ളവർക്ക് കൊടുക്കണം. രാജ്യത്തെ നിയമം അനുസരിക്കുന്നുണ്ട്. പക്ഷേ താല്പര്യമില്ലാത്ത ഒരു കേസിൽ പിടിച്ചുപറിച്ച് മൃതദേഹം കൊണ്ടുപോകേണ്ട സ്കേഴ്സിറ്റി ഒന്നും മൃതദേഹത്തിന് ഇവിടെ ഇല്ല. എന്ന് മാത്രമല്ല, ഈ ഒരു മൃതദേഹം ഒരു പെക്യൂരിയാലിറ്റി ഉള്ള എന്തെങ്കിലും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു മൃതദേഹം ഒന്നുമല്ല മെഡിക്കൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ കാർഡിയോളജിക്ക് പഠിക്കാനാണെങ്കിൽ ഇരട്ട ചങ്കുള്ളതിന്റെ മൃതദേഹം കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഇരട്ട ചങ്ങിന് വേണം ദാനം ചെയ്യാം. അത് കാർഡിയോളജിക്കാർക്ക് പഠിക്കുമ്പോൾ എന്തെങ്കിലും കൂടുതൽ അഡീഷണൽ പ്രയോജനം കിട്ടും. അതുപോലെ ഈ നമ്മുടെ കുറെ യാതൊരു വാഴക്കൊല ഡോക്ടറേറ്റ് അങ്ങനെയൊക്കെയുള്ള കുറെ യൂത്ത് ലീഡേഴ്സ് ഉണ്ട്. അവരെയൊക്കെ ന്യൂറോളജിക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്രെയിൻ ഇല്ലാതെ എങ്ങനെ ജീവിക്കാവുന്നതിനെ സംബന്ധിച്ച് ബ്രെയിൻ ഇല്ലാതെ അങ്ങനെ ഒരു പ്രയോജനം മെഡിക്കൽ സയൻസിന് കിട്ടും. ഇനി അതല്ലാതെ നവോത്ഥാനം സഹാബികളുടെ ശരീരം കൊടുക്കുകയാണെങ്കിൽ അത് ഗൈനക്കോളജിക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മൃതദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ശാസ്ത്രീയമായ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ മാത്രമുള്ള ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പിന്നെ ഈ ലോറൻസ് എന്ന് പറയുന്ന വ്യക്തി കുഞ്ഞാടായിട്ട് ജനിച്ചു, പിന്നെ കമ്മിയായി, പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഏകദേശം ഒരു മാനസാന്തരം പോലെ, പക്ഷെ അത് പുറത്തു പറയാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. പക്ഷെ വിശ്വാസിയായിട്ട് തുടർന്നു. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച് ജീവിച്ച് ഈ കമ്മ്യൂണിസ്റ്റിലോട്ട് പോകുന്ന ആൾക്കാരുടെ പരിശോധിച്ചാൽ അവര് ഒന്നുകിൽ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും, കുഞ്ഞാടായിട്ട് തന്നെ തിരിച്ചു വരും. അല്ലെന്നുണ്ടെങ്കിൽ അവര് ഏറ്റവും അവസാനം ആകുമ്പോഴത്തേനും ഈ കമ്മ്യൂണിസം മൂത്ത് നക്സലായിട്ടോ അല്ലെ ഈയിടെ ഒരു ദേശീയ നേതാവ് മരിച്ചിരുന്നു, അവസാനം ജിഹാദിയായിട്ടാണ് മരിച്ചെന്നാ പറയുന്നത്. അതുകൂടെ ഒന്ന് അന്വേഷിച്ചാൽ കൊള്ളാം. അപ്പൊ അതുകൊണ്ട് ഇത് പിടിച്ചു പറിച്ചുകൊണ്ട് പോകേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. പിന്നെ അവരുടെ വീട്ടിലത്തെ പ്രശ്നത്തെ പറ്റി നമുക്കറിയില്ല. അത് അവര് ആ വീടിന്റെ അകത്ത് തന്നെ തീർത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അല്ല, നേരത്തെ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആശ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ മൃതദേഹം തട്ടിക്കൊണ്ട് പോകും എന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെതിരെ നേരത്തെ തന്നെ SK മേടിക്കായിരുന്നു. ഞാനിപ്പോ സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രാർത്ഥിച്ചിട്ടിരിക്കുക, കർത്താവെ ഇതുകൂട്ട് ഗതി ജോസ് കെ മാണിക്കും LDFിലും ഒക്കെ ഉള്ള ക്രിസ്ത്യാനിക്ക് വരരുത്. കാരണം ഇവരൊക്കെ മരിച്ച്, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ LDFിലുള്ള ക്രിസ്ത്യാനിയൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ബന്ധുവിനെ കൊണ്ട് നേരത്തെ പറഞ്ഞിരുന്നു, മൃതദേഹം കൊടുക്കാൻ പറഞ്ഞിരുന്നു എന്നും പറഞ്ഞ് പള്ളിയിൽ അടക്കം അനുവദിക്കാതെ തട്ടിക്കൊണ്ട് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തേരം പേരുണ്ട് വലിയ വലിയ ലീഡേഴ്സ്, MA ബേബി, തോമസ് ഐസക്, ജയിക്ക്, ഇങ്ങനെയൊക്കെ എന്തേരം പേരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ.